ഹായ്, എല്ലാവർക്കും കിച്ചൺ ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതിനായി നമുക്ക് വേണ്ടത് 1/2 കിലോ ചിക്കൻ, 1 മുറി തേങ്ങ, 2 സവാള, 1 ഉരുളക്കിഴങ്ങ്, കുറച്ച് മല്ലിയില, 3 തണ്ട് കറിവേപ്പില, 5 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില 3 കഷ്ണം, 3 ഏലക്ക, 4 ഗ്രാമ്പ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1.5 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മലബാർ ചിക്കൻ കറിക്ക് വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ചിക്കൻ, സവാള, കിഴങ്ങ്, പച്ചമുളകൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിന് ചെറുതായിട്ട് പച്ചമുളകും കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കിഴങ്ങും ഇതുപോലെ അരിഞ്ഞ് നമുക്കിത് ചിക്കനിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി 1 ടീസ്പൂൺ ചതച്ചത് അതും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, അല്ലാതെ കടായിലാണെങ്കിൽ കടായിൽ വേവിച്ചെടുക്കാം. നമുക്കിത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. പാൻ നന്നായി ചൂടായിട്ട് നമുക്കിവിടെ എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. തേങ്ങ വറുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ നിറാവുന്നത് വരെ. വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞൊന്നും ചേർക്കേണ്ട, വെറുതെ ചേർത്താൽ മതി. വെളുത്തുള്ളിയാണ് നല്ല ബ്രൗൺ നിറാവട്ടെ. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുക്കറിൽ വെയിറ്റ് ഇടാൻ സമയമായി. ഞാൻ അവിടെ വെയിറ്റ് ഇടാണ്. നന്നായി ആവി വരുന്നുണ്ട്. ഒരിക്കലും വെയിറ്റ് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കരുത്. നന്നായി ആവി വന്ന ശേഷം മാത്രമേ നമ്മൾ വെയിറ്റ് ഇടാൻ പാടുള്ളൂ. ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി നമുക്ക് വരാനുണ്ട്.
2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. 2 എണ്ണം വന്നാൽ മതി. ഇവിടെ തേങ്ങ ഇവിടെ ഒന്നും കൂടി ഒന്ന് മൂക്കാനുണ്ട്. തേങ്ങ ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് ഞാൻ അടുപ്പിൽ നിന്ന് ഓഫ് ചെയ്യാണ്. കാരണം മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഇതൊന്ന് ചൂട് മാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് തേങ്ങ ഇവിടെ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ച ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളം ചേർത്തെടുക്കാം. ഞാൻ വെള്ളം പാനിൽ തന്നെ അരപ്പും കൂടി വരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല മഷി പോലെ അരയണേ. നമ്മുടെ ആവിയൊക്കെ ഇവിടെ പോയി വന്നിട്ടുണ്ട്. നേരത്തെ പോയായിരുന്നു. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ജാറിലൊന്ന് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഞാൻ ഇതുവരെ അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഫുള്ളും ഉണ്ടെന്ന് വെറുതെ ഇങ്ങനെ മൂടി വെച്ചാൽ മതി. കറി ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. നമുക്ക് ഉപ്പ് മതിയായില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായി തിളച്ച് നന്നായി ചാറൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിവേപ്പില ഇട്ട് താളിച്ച് ഇറക്കാം. തേങ്ങ വറുത്തപ്പോൾ പെരുംജീരകം ചേർത്തായിരുന്നു. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ തന്നെയാണ് പെരുംജീരകം ചേർക്കേണ്ടത്. ഇനി നമുക്കിത് താളിക്കാം. താളിക്കാൻ വേണ്ടി ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത്, കുറച്ച് മതി. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് തിളച്ച ശേഷം ഇറക്കി വയ്ക്കാം. പീസൊന്നും കലങ്ങിപ്പോയിട്ടൊന്നുമില്ല, 2 വിസിൽ മതി. ഇവിടെ കറി ഇവിടെ നന്നായി തിളച്ച് എല്ലാം പാകമായിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മലബാർ സ്റ്റൈൽ ചിക്കൻ കറി പലതരം ഉണ്ട്. ഇത് തേങ്ങ വറുത്തരച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.